ബ്രസീലിന്റെ വേൾഡ് കപ്പ് 2026 വേൾഡ് കപ്പ് സ്ക്വാഡ് കാർലോ ആഞ്ചലോട്ടി ഇന്നലെ പുലർച്ചെ പ്രഖ്യാപിച്ചു. സർപ്രൈസ് ആയിട്ട് വന്നത് റയാന്റെ ഒരു എൻട്രി ആയിരുന്നു. ചാൻസ് നമുക്ക് വിഷമം തോന്നി മിസ്സായത് ഒന്ന് ജാവോ പെഡ്രോ, ചെൽസിയിലെ താരം. ഈ സീസണിൽ നോൺ പെനാൽറ്റിയിലൂടെ അത്രയധികം ഫോമിൽ ഗോളുകൾ അടിച്ചു കൂട്ടിയൊരു താരമാണ്. പക്ഷെ ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യം നെയ്മർ ജൂനിയർ, നമ്പർ 10 ഓഫ് ബ്രസീൽ. 10-15 കൊല്ലമായിട്ട് നമ്പർ 10 ഹാൻഡിൽ ചെയ്യണം. നെയ്മർ ഈസ് ബാക്ക് ആഫ്റ്റർ 2-3 years. അതൊന്നും പറയല്ല. എന്തായാലും ആഞ്ചലോട്ടി ആ ഒരു നെയ്മറെ പ്രഖ്യാപിച്ച സമയത്ത് നിങ്ങൾ കാണേണ്ടതായിരുന്നു. എത്ര റിയാക്ഷൻസ് ആണ് നെയ്മറുടെ ഫാൻസും മൊത്തത്തിലല്ല, ബ്രസീലും മൊത്തം നിന്ന് എന്താ പറയാ, നെയ്മർ നെയ്മർ എന്നുള്ള ചാൻഡിങ് ആയിരുന്നു. അത് ആ ഓഡിറ്റോറിയം ഫുൾ ബ്രസീൽ രാജ്യം മൊത്തം. അതാണ് ആ പുള്ളി ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു ഇമ്പാക്റ്റ്. എല്ലാവർക്കും അറിയാം പുള്ളി ലോകകപ്പിന് വന്നാലേ ബ്രസീലിന് ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കുള്ളൂ എന്ന്. കാരണം പ്ലേ മേക്കർ റോളിൽ പുള്ളിനെ കടത്തി വെട്ടാൻ ഇന്നൊരു നമ്പർ 10 ഒരു പ്ലെയറോ ബ്രസീലിൽ ഇല്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പിന്നെ എന്തായാലും നെയ്മറിന്റെ എൻട്രിയോട് കൂടി ആഞ്ചലോട്ട് ഒരു കാര്യം കൂടി പറഞ്ഞു. നെയ്മർ ഈ ലോകകപ്പിൽ നമ്മുടെ പ്രധാനപ്പെട്ട താരമാകുമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ലെവലിലുള്ള നെയ്മർ ഇറങ്ങുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എനിവേ, നല്ലൊരു സ്ക്വാഡ്, ഡെപ്ത് ഉള്ള സ്ക്വാഡാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചത്. എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് ലെവലിൽ വരാൻ ചാൻസ് ഞാൻ കാണുന്നത് സെൻട്രൽ ബാക്ക് ഒക്കെ ആയിട്ട് എന്തായാലും ഗബ്രിയേലും ഒപ്പം തന്നെ ഒന്നെങ്കിൽ മാർക്കിനോസ് അല്ലെങ്കിൽ വരും. അല്ലെങ്കിൽ അല്ലാത്ത പക്ഷം മാത്രമാണ് വേറൊരു ഓപ്ഷൻ വരാൻ ചാൻസ് ഉള്ളൂ. ഇവർ രണ്ടുപേരായിരിക്കും നമ്മുടെ സെൻട്രൽ ബാക്ക് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമുക്കറിയാലോ മിഡിൽ എന്തായാലും ഡിഫൻസീവ് മിഡായിട്ട് കാസിമീറോ ഉണ്ടാവും. പിന്നെ സെൻട്രൽ മിഡായിട്ട് ബ്രൂണോ ഗിമറസും കൺഫേം ആണ്. പിന്നെ ഒരാൾക്ക് സ്ഥാനമുണ്ട്. അത് ആരിറങ്ങുമെന്നുള്ളത് ചേഞ്ച് അനുസരിച്ചിരിക്കും. നമുക്ക് കുറെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ അത് നോക്കിയിട്ടായിരിക്കും ആരിറങ്ങേണ്ടത്. ഇനി ഫോർവേഡ് അറ്റാക്ക് എന്ന് പറയുമ്പോൾ അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് എന്തായാലും നെയ്മറിൽ ബെറ്ററാണ്. നെയ്മർക്ക് സബായിട്ടാണ് പക്കവറ്റാൻ എടുത്തേക്കണത് അറ്റാക്കിംഗ് മിഡിൽ. ഇനിയിപ്പോ ഫോർവേഡ് നോക്കിയാൽ സ്ട്രൈക്കറായിട്ട് നമുക്ക് എന്താ പറയുക, ഓപ്ഷൻസ് കിടക്കാണ്. ലെഫ്റ്റ് വിങ്ങിലാണെങ്കിൽ മാർട്ടിനെല്ലി, വിനീഷ്യസ് ജൂനിയർ ഒക്കെ ഉണ്ട്. ഇപ്പുറത്തെ റൈറ്റിലാണെങ്കിൽ റവീന, എന്താ പറയാ, അങ്ങനെ കുറെ ഓപ്ഷൻസ് നമുക്ക് ഉണ്ട് ശരിക്കും. അപ്പൊ യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. പിന്നെ സ്ട്രൈക്ക് ചെയ്യാൻ കുനിയാനെ ഇറക്കാൻ വേണമെങ്കിൽ നമ്പർ 9 അതുപോലെ തന്നെ എൻട്രിക്ക് ഉണ്ട്. അപ്പൊ നമുക്ക് ഓപ്ഷൻസിന് ഒരു കുറവില്ല. റയാൻ, ഇങ്ങനെ കുറെ കുറെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ജാവോ പെട്രോ മാത്രമാണ് നമുക്കൊരു മിസ്സിംഗ് വിഷമായി തോന്നിയത്. റയാന് പകരം ശരിക്കും ജാവോ പെട്രോന് എടുത്താൽ കൊള്ളായിരുന്നു എന്ന് തോന്നി. എനിവേ, ആഞ്ചലോട്ടിയുടെ തീരുമാനം. പക്ഷെ ആഞ്ചലോട്ടിയുടെ കുറച്ച് കാര്യങ്ങൾ ഒരു വിഷമം ഉണ്ടാക്കുന്ന കുറച്ച് ഡിസിഷൻസ് ഉണ്ട്. ഒന്ന്, ഫ്ലെമിംഗോ പ്ലേയേഴ്സിനെ ഭയങ്കരമായിട്ട് ചുമ്മാ കളിക്കാത്തവരെ പോലും പിടിച്ച് എടുത്തിട്ടുണ്ട്. ഇപ്പൊ ആ ഡാനിലൊക്കെ എത്ര നാളെ ആയിട്ട് ഫോം അല്ലാത്തൊരു പ്ലെയർ, പുള്ളിയൊക്കെ വീണ്ടും വീണ്ടും സ്ക്വാഡിൽ എടുത്തോണ്ടിരിക്കും. എന്തിനാന്ന് ഇപ്പോഴും മനസ്സിലാവില്ലേ. അതുപോലെ പക്കറ്റൊക്കെ ഒരു കൊല്ലം തന്നെ കളിക്കാണ്ട് ഇരുന്നിട്ടാണ് കഴിഞ്ഞ മാസം അങ്ങോട്ട് വന്നത്. കുറച്ച് കളി ഒരു ഫോം അല്ല അവര്. പിന്നെ എന്തിനാണ് സ്കോളിൽ എടുത്തതെന്ന് അറിയില്ല. എനിവേ, മത്സരം കിടക്കും. ലോകകപ്പ് നെയ്മർ വന്നതോടുകൂടി ആ രാജ്യം മാത്രമല്ല, ഇന്ത്യയിൽ മൊത്തം ഒരു ഉണർവായിട്ട് ലോകകപ്പിന്. അതാണ് സത്യം. നെയ്മറിന്റെ ഒരു ഇമ്പാക്റ്റും ഇന്ത്യയിലും ആനടിക്കുന്നതാണ് നമുക്കിപ്പോ കാണുന്നത്. ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ഒക്കെ തുറന്നു കഴിഞ്ഞാൽ നെയ്മറുടെ ആ പ്രഖ്യാപനമാണ് വീഡിയോ ആയിട്ട് എല്ലാ റീൽസിലും കിടക്കണത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം നെയ്മർ എത്രത്തോളം ഒരു ഇമ്പാക്റ്റ് ആണ് ബ്രസീലിന് ഉണ്ടാക്കി കൊടുത്തേക്കുന്നത്. ഇനി ഈ സ്ക്വാഡ് വെച്ച് ബ്രസീലിന് ലോകകപ്പ് നേടാൻ കഴിയുമോ എന്നുള്ളത് നമുക്ക് ആ പ്ലേയേഴ്സിന്റെ ആ ഫോം അനുസരിച്ചേ പറയാൻ പറ്റുള്ളൂ. നമുക്കറിയാം ഇംഗ്ലണ്ട്, സ്പെയിൻ, ഫ്രാൻസ്, അർജന്റീന ടോപ്പ് അറ്റാക്കിംഗ് ആയിട്ടാണ് ഈ വട്ടം വരുന്ന ഈ 4 ടീമുകൾ. ഇവരോട് പിടിച്ചു നിൽക്കണമെങ്കിൽ അതേ അറ്റാക്കിംഗ് സ്റ്റൈൽ ബ്രസീലിനും വേണം. അവിടെയാണ് നെയ്മറിന്റെ ആവശ്യം. വലിയ വലിയ ടീമുകൾ വരുമ്പോൾ നെയ്മർ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. അതിനെ വെച്ചാൽ ഏത് ബസ് ഇട്ട പൂട്ടാണെങ്കിലും അത് പൊട്ടിക്കാനുള്ള ഒരു കഴിവ് നമ്പർ 10 നെയ്മറിനുണ്ട്. അത് തന്നെയാണ് എല്ലാ ആരാധകരും ഇപ്പോഴും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു നമ്പർ 10 പെർഫോമൻസ് ഈ ലോകകപ്പില് എന്തായാലും ബ്രസീല് നടത്തുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷ. അങ്ങനെ നടത്തി കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. നമുക്ക് അറിയാലോ. പിന്നെ കിരീടം, 6ാം കിരീടം ലോടി. പിന്നെ ബ്രസീലിന് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. കാർലോ ആഞ്ചലോട്ടി, മജീഷ്യൻ ഓഫ് ഫുട്ബോളിനെ കോച്ചെ കിട്ടിയിട്ട് ആഞ്ചലോട്ടി എങ്ങനെയാണ് നെയ്മർ യൂസ് ചെയ്യാന്നൊക്കെ സർപ്രൈസ് ആണ്. കാരണം ഇതുവരെ ആഞ്ചലോട്ടിയുടെ കോളപ്പിൽ നെയ്മർ വന്നിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ലോകകപ്പിക്ക് കോളപ്പ് കിട്ടണത്. അപ്പോൾ എങ്ങനെ ആണ് ആഞ്ചലോട്ടി നെയ്മറെ യൂസ് ചെയ്യുക എന്നുള്ളിടത്താണ് ബ്രസീലിന്റെ ലോകകപ്പ് ജേണി എന്താ പറയാ എൻഡ് ചെയ്യാൻ പോണ്. എന്തായാലും മത്സരങ്ങള് ഇത്തിരി കടുപ്പമേറിയ ഗ്രൂപ്പിലാണ് ബ്രസീൽ. മൊറോക്കൊക്കെ ആയിട്ട് മത്സരം ഉണ്ട്. അപ്പൊ എന്തായാലും നെയ്മറുടെ സാന്നിധ്യം ആ ഓരോ കളിയിലും അതീവ ഇമ്പോർട്ടന്റ് ആയി മാറിയിരിക്കുകയാണ്. എനിവേ, എന്താ പറയാ, ഇഗോർ തിയാഗോ ഒക്കെ ഉണ്ട്. നമുക്ക് പ്ലേയേഴ്സ് ഉണ്ട്. ബ്രെൻഫോർഡിന്റെ ഇഗോർ തിയാഗോ ഒക്കെ ഭയങ്കര ഫോമിലാണ് കേട്ടോ.
ആരെയൊക്കെ പിടിച്ചിറക്കും, വെസ്ലെ എന്തോരോ ഓപ്ഷൻസ് നമുക്ക് ഇരിക്കണേന്ന് അറിയും. ഇപ്പൊ എന്തായാലും നല്ലൊരു ലൈനപ്പിനാണ്. ഗോളിമാരാണ് ഏറ്റവും സെറ്റ്, പണ്ടത്തെ അതേ സെറ്റപ്പ്, അലിസൺ, എഡേഴ്സൺ, വെവേർട്ട്. ആ മൂന്ന് പേരും ഞാൻ പ്രതീക്ഷിച്ച അതിൽ നിന്ന് ഒന്നോ രണ്ടോ പേരെങ്കിലും മാറുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. കാരണം എഡേഴ്സണൊക്കെ ഇപ്പോൾ സിറ്റിയിൽ നിന്ന് പോയി, അതുപോലെ തന്നെ നമ്മുടെ അലീസൺ പരിക്ക് പറ്റി കുറെ നാൾ പുറത്തായിരുന്നു. പക്ഷെ ആഞ്ചലോട്ടി അവരെ തന്നെ വിശ്വസിക്കുകയാണ്. കഴിഞ്ഞ ലോകകപ്പിന്റെ അതേ ഗോളിമാർ തന്നെയാണ് ഈ വട്ട ലോകകപ്പിന് വരെ. എനിവേ, വെയിറ്റ് ആൻഡ് സി. ബ്രസീൽ ഈ വട്ട കിരീടം നേടുമോ ഇല്ലെന്ന് നമുക്ക് കണ്ടറിയാം. എനിവേ, വിവ ബ്രസീൽ.